കണ്ടുമറന്നതോ പറഞ്ഞു പിരിഞ്ഞതോ ആയ പെൺജീവിതങ്ങളെക്കുറിച്ചുള്ള എഴുത്തുക്കൾ. സകല പെൺഭാവങ്ങളെയും ഉൾക്കൊള്ളുന്ന 9 കഥകളിലൂടെ അവതരിപ്പിച്ച കാളി എന്ന പുസ്തകത്തിന് ശേഷം അശ്വതി ശ്രീകാന്ത് മാമിൻ്റെ മറ്റൊരു മനോഹരമായ പുസ്തകമാണ് സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര പ്രിയപ്പെട്ട ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്ത്രീ എന്ന കഥാപാത്രത്തിലൂടെ അനവധി ജീവിതങ്ങളെയും അനുഭവങ്ങളെയും അശ്വതി മാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളിൽ പലരും കടന്നുപോയതോ കടന്നു പോകുന്നതോ ആയ ജീവിത നിമിഷങ്ങളെ വളരെ ലളിതമായ രീതിയിൽ ഈ പുസ്തകം സംസാരിക്കുന്നു. നമ്മുടെ സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ തേടുന്ന ഓരോരുത്തർക്കും ഒരു വഴികാട്ടിയായി നിൽക്കുന്ന പുസ്തകമാണിത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് എല്ലാ പെൺകുട്ടികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. കാരണം ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ വ്യത്യസ്ത അനുഭവങ്ങൾ നേരിടും. അവയെ എങ്ങനെ കാണണമെന്ന് ഈ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം നമ്മളോട് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും അശ്വതി മാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് മാത്രമല്ല, നമ്മളോട് ആരോ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായി പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞു. ചിലത് ഞാൻ ഇതിനകം അനുഭവിച്ചത്, ചിലതിനി വരുന്ന ജീവിത നിമിഷങ്ങളെ എങ്ങനെ കാണണമെന്ന് പഠിപ്പിച്ചത്, സ്ത്രീ ആയിരിക്കുന്നതിൻ്റെ അഭിമാന നിമിഷങ്ങളെക്കുറിച്ചും ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു എരിപ്പിന് വായിച്ചു തീർക്കാമെങ്കിലും വായിച്ചു നിർത്തിയ ശേഷം വീണ്ടും തിരികെ തുറന്ന് ചിന്തിക്കാൻ തോന്നുന്ന ഒരു പുസ്തകമാണിത്. ഇന്ന് വിമൻസ് ഡേ ആയതിനാൽ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, പറ്റുമെങ്കിൽ ഈ പുസ്തകം വായിക്കുക. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ കണ്ടെത്തുന്ന ഓരോ സ്ത്രീക്കും ഹാപ്പി വുമൻസ് ഡേ.